എങ്ങനൊരു ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഒരു സ്കിൻ കറക്റ്റ് ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്യാം. മോർ ഫൗണ്ടേഷൻസ് ആൻഡ് മോർ കറക്ഷൻസ്, മോർ കൺസീലിങ്സ് ആൻഡ് മോർ പെർഫെക്ഷൻസ് നീഡ് ആണെങ്കിൽ അടുത്ത ഡ്രോപ്പ് എന്ത് ചെയ്യുക, ഫൗണ്ടേഷൻ എടുക്കുക. അതിനുശേഷം കൺസീൽ ചെയ്തു, ഒരു ഫസ്റ്റ് ലെയർ എന്ത് ചെയ്തു, ഒരു ലെയർ ഫൗണ്ടേഷൻ കൊടുത്തു. എല്ലാവർക്കും ചമയത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ എപ്പിസോഡില് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് സിബിചേട്ടനെയാണ്. സിബിചേട്ടൻ പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. സിബിചേട്ടൻ നമസ്കാരം. നമ്മുടെ കൂടെ ഒരു മോഡലും ഉണ്ട്, സീത അല്ലേ? എന്ത് ചെയ്യാണ് സീത? ഡിഗ്രി കഴിഞ്ഞേ ഉള്ളൂ. അപ്പൊ സിബിചേട്ടൻ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത്? നമ്മളിന്ന് ഇപ്പം സീതയുടെ സ്കിൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. സെറ്റ് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. നമ്മൾ കറക്ഷൻ ആണല്ലേ കുറച്ചുകൂടി. നമുക്ക് ഇപ്പൊ ഒരു കംപ്ലീറ്റ് മേക്കപ്പ് പ്രൊസീജിയേഴ്സ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും നമ്മളെ കൊണ്ട് ഇപ്പോ ഇതിന്റെ ഷോർട്ട് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ദ ഫസ്റ്റ് സെക്ഷൻസ് എന്നുള്ള പോലെ നമ്മൾ ചെയ്തു തരാം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്തെങ്കിലും നീഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ചമയം എന്നുള്ളൊരു ചാനൽ കാണാവുന്നതാണ്. അതിന്റെ അടുത്തടുത്ത എപ്പിസോഡ്സിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അത് ഈസി ആയിട്ടാണെങ്കിലും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണെങ്കിലും നിങ്ങളിൽ എത്തിക്കുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. നമ്മൾ എപ്പോഴും ഈസി പരിപാടിക്കാണ് നമ്മൾ എപ്പോഴും പോവുക. ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ഇത് ചെയ്യാം, ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് അത് ചെയ്യാം, ഇങ്ങനെയൊക്കെ ആൾക്കാർ അതിന്റെ പുറകെ പോകുന്നത്. പക്ഷെ അതിനൊരു കറക്റ്റ് വേ ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് ചമയത്തിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പൊ തുടങ്ങല്ലേ? ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്തോളൂ. സീത, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് എങ്ങനെ ഒരു ഈസി ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടും ഒരു സ്കിൻ കറക്റ്റ് ചെയ്യാന്നുള്ളത് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ക്ലയന്റ് ഒരു ഡസ്കി ടോൺ ആണ്. അപ്പോൾ നമ്മൾ ക്ലയന്റ് സ്കിൻ ടോൺ ഫസ്റ്റ് സെക്ഷൻ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന കൺസീലേഴ്സിന്റെ ഒരു ഓപ്ഷൻസ് എടുക്കുക. അത് ക്രീം ബേസ്ഡ് ആണോ ലിക്വിഡ് ബേസ്ഡ് ആണോ എന്നുള്ളത് നോക്കുക. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കൺസീലേഴ്സിന്റെ പിഗ്മെന്റ്. ആ പിഗ്മെന്റ് എപ്പോഴും കറക്റ്റ് ആണോ എന്ന് നോക്കുക. കൺസീലേഴ്സ് ക്രീം ടൈപ്പ് വരുന്നുണ്ട്, ലിക്വിഡ് ടൈപ്പ് വരുന്നുണ്ട്. ഈ കൺസീലേഴ്സിന്റെ ടൈപ്പ് ഓഫ് കൺസീലേഴ്സ് അല്ല, അതിൻ്റെ അകത്ത് വരുന്ന പിഗ്മെന്റ് റേഷ്യോസ് ആണ് അതിന്റെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റീസ് തരുന്നത്. അതുപോലെ നമുക്ക് ക്രീം ടൈപ്പ് ഓഫ് കൺസീലേഴ്സ് അവൈലബിൾ ആണ്, അതേപോലെ ലിക്വിഡ് ഫോമിലുള്ള കൺസീലേഴ്സും അവൈലബിൾ ആണ്. ഇതിനകത്ത് നോർമലി വരുന്ന കളർ ഷെയ്ഡ്സ്, ഈ കളർ ഷെയ്ഡ്സിലാണ് നമ്മൾ കൺസീലിംഗ് കംപ്ലീറ്റ്ലി കവർ ആകുന്നത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള കറക്റ്റ് മീൻസ് നമ്മൾ നോർമലി ആ ഷെയ്ഡ്സിനെയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിഗ്മെന്റഡ് റേഷ്യൂസ് കൊടുത്തിട്ട് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് കൺസീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റേഴ്സ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്തതിന് ശേഷം അതിനെ ഓവർലാപ്പ് ചെയ്യുന്നതാണ് കൺസീലിംഗ് എന്ന് പറയുന്നത്. കൺസീലിംഗ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവർക്കും പറ്റുന്നൊരു പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി കൺസീലറും കറക്റ്ററും തമ്മിൽ മിക്സ് ആവുന്നൊരു പ്രശ്നങ്ങൾ പൊതുവെ എല്ലാവരിലും നടക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന കൺസീലർ അല്ലെങ്കിൽ കറക്റ്റർ, ആ കറക്റ്ററിൻ്റെ എമൗണ്ട് കൂടുമ്പോഴും അത് കറക്റ്റർ ഇപ്പോൾ ക്രീം ബേസ്ഡ് ആണ് കറക്റ്റർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ കറക്റ്ററിൻ്റെ എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ചെയ്തിട്ടും കറക്റ്റ് ആവുന്നില്ല, കറക്റ്റർ യൂസ് ചെയ്തിട്ടും കറക്റ്റ് ആവുന്നില്ല. എന്തുകൊണ്ടാണ്? അവിടെ പിഗ്മെൻറ്റേഷൻ കുറയുമ്പോൾ നിങ്ങൾ ഓവറായിട്ട് എന്ത് ചെയ്യും, കറക്റ്റേഴ്സ് യൂസ് ചെയ്യും. അപ്പോൾ ക്രീം ബേസ്ഡ് ആണെങ്കിൽ ക്രീം ഓവറായിട്ട് യൂസ് ചെയ്ത് വരുമ്പോൾ അവിടെ ഒരു ഹ്യൂജ് ഡെപ്പോസിഷൻ നടക്കും. ആ ഡെപ്പോസിഷൻ നടക്കുമ്പോഴാണ് ദെൻ നിങ്ങൾ അതിൻ്റെ മുകളിൽ കൂടെ കൺസീൽ ചെയ്യുന്ന സമയത്ത് കറക്റ്ററും കൺസീലും കൂടെ മിക്സ് ആയിട്ട് വേറൊരു കളർ, ആക്ച്വലി അത് ഡാർക്ക് ആവാം, ബ്രൗൺ ആവാം, ആ ഒരു സ്കിൻ്റെ സെയിം ടോൺ അല്ലാണ്ടിരിക്കാം. ഇതൊക്കെയാണ് ആക്ച്വലി അവിടെ നടക്കുന്ന പ്രോബ്ലംസ്. ഓക്കെ, നമുക്കിപ്പോൾ ഏകദേശം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ടോണിനെ നമ്മൾ എന്ത് ചെയ്തു, കറക്റ്റേഴ്സ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡാർക്ക് റെഡ് ടോൺ, ഇത്രയും ടോൺസ് മാക്കിൽ കിട്ടത്തില്ല. മാക്കിൻ്റെ കൺസീലറിൽ അല്ലെങ്കിൽ ആ കറക്റ്റർ പാലറ്റിലുള്ള കറക്റ്ററിൽ അത്രയും കളർ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ആഡ് ഓൺ ചെയ്ത കളറാണ് ആ പിഗ്മെൻ്റ് ആയിട്ട് കാണിക്കുന്നത്. ബട്ട് ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ നമുക്ക്
ക്രീമായിട്ട് നമ്മുടെ കയ്യിലോ മറ്റ് കാര്യങ്ങളോ വരുന്നില്ല, ബട്ട് പിഗ്മെൻറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഈ പിഗ്മെൻറ്റ് ഒരു ഡെൻസിറ്റി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അത് സ്കിന്നുമായിട്ട് മാച്ച് ആയി പോകും. ബട്ട് നമ്മൾ ഓവർ ഡോസിൽ നമ്മൾ എന്ത് ചെയ്ത് കറക്റ്റേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്രീം പോലെ തന്നെ നമ്മുടെ കയ്യിലത്. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഫൗണ്ടേഷനാണ്. അപ്പോൾ കറക്റ്റർ കഴിഞ്ഞു, കൺസീലർ കഴിഞ്ഞു, ഇനി അടുത്ത സ്റ്റെപ്പ് ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ നമ്മൾ എടുക്കുമ്പോൾ യൂസിങ് ദ നെക്സ്റ്റ് ബ്രഷ്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷൻ ബ്രഷ് ആണ്. ദ ഫസ്റ്റ് സെക്ഷൻ കറക്റ്റർ യൂസ് ചെയ്യാൻ ഒരു ബ്രഷ് ഉണ്ടായിരുന്നു. ദ സെയിം ബ്രഷ് യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ കൺസീൽ ചെയ്തു. ബട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഓപ്ഷൻസ് 3 എടുത്തപ്പോൾ നമ്മൾ ബ്രഷ് മാറ്റി, ബ്രഷ് ഫൗണ്ടേഷൻ ബ്രഷ് ആക്കി. സോ നമ്മൾ ഒരു ഡ്രോപ്പാണ് എടുത്തെങ്കിൽ പോലും ഈ ഡ്രോപ്പിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഒരു പ്ലേറ്റിൽ സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, ഡയറക്റ്റ് ആപ്ലിക്കേഷനിലോട്ടല്ല നമ്മൾ പോകുന്നത്, ജസ്റ്റ് സ്പ്രെഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ പാലറ്റ്. അതിനുശേഷം നമ്മൾ നോർമലി ചെയ്യുന്നത് എന്താണ്, നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ കറക്റ്റേഴ്സിൻ്റെയും കൺസീലേഴ്സിൻ്റെയും മുകളിൽ നമ്മൾ ഫസ്റ്റ് പ്രസ് ചെയ്ത കറക്റ്ററിൻ്റെ റേഷ്യോസ് ഓഫ് പ്രസ്സിങ് റേഷ്യോസും മൂന്നാമത് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതിൻ്റെ അത്രയും പ്രസ്സിങ് പോലും നമ്മൾ ചെയ്യാൻ പാടില്ല. സോ സോഫ്റ്റ്ലി ലൈറ്റ് ടച്ച്, അതും ആ ഒരു സെക്ഷൻസ് നമ്മൾ ഫസ്റ്റിലേ അല്ല കവർ ചെയ്യുന്നത്, ജസ്റ്റ് ആ ഒരു ലെയർ മാത്രം ഷെയ്ഡ് ഒന്ന് കവർ ആവാൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്തതിന് ശേഷം ആ ഒരു സെക്ഷൻസ് നമ്മൾ ഒന്നും കൂടെ നോക്കുക. അതിന് വീണ്ടും ദ ടോപ്പ് ഓഫ് ദ ലെയർ അപ്പോഴും തന്നെ ചെയ്യാൻ നിൽക്കരുത്. ആ ഒരു കംപ്ലീറ്റ്ലി ഏരിയ കവർ, എവിടെയാണോ നമ്മൾ കൺസീലർ കറക്റ്റേഴ്സ് യൂസ് ചെയ്തത് അവിടെ എല്ലാം കവർ ചെയ്തതിന് ശേഷം സെക്കൻഡ് കോട്ടിംഗ് ആയിട്ട് വേണം നമ്മൾ അടുത്ത ലെയർ കൊടുക്കാൻ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ മുകളിലൂടെ ദ സെക്കൻഡ് കോട്ടിംഗ്. ഓക്കെ, നമുക്കിപ്പോൾ നോർമലി ഫസ്റ്റ് നമ്മൾ കറക്റ്റ് ചെയ്തതിന് മുമ്പുള്ള സ്കിന്നും കറക്റ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷം കൺസീൽ ചെയ്തു, ഒരു ഫസ്റ്റ് ലെയർ എന്ത് ചെയ്തു, ഒരു ലെയർ ഫൗണ്ടേഷൻ കൊടുത്തു. ഇത് കംപ്ലീറ്റ് ആയി എന്നുള്ളതല്ല, നമുക്ക് ഇനി നീഡാണെങ്കിൽ ഓക്കെ, നമുക്ക് മോർ ഫൗണ്ടേഷൻസ് ആൻഡ് മോർ കറക്ഷൻസ്, മോർ കൺസീലിങ്സ് ആൻഡ് മോർ പെർഫെക്ഷൻസ് നീഡാണെങ്കിൽ അടുത്ത ഡ്രോപ്പ് എന്ത് ചെയ്യുക, ഫൗണ്ടേഷൻ എടുക്കുക. ഒരിക്കലും നമ്മൾ എടുക്കാൻ പോകുന്ന ഫൗണ്ടേഷൻ നമ്മൾ ഒരിക്കലും ആ ഒരു കംപ്ലീറ്റ് ഡ്രോപ്പ് എടുത്ത് നമ്മൾ പാരറ്റിൽ മുമ്പേ അഡ്വാൻസ്ഡ് ആയിട്ട് വെക്കരുത്. ഓക്കെ, നമ്മൾ സെക്കൻഡ് ഡ്രോപ്പ് എടുത്തു. ഈ സെക്കൻഡ് ഡ്രോപ്പും നേരത്തെ ചെയ്തതുപോലത്തെ സെയിം പ്രൊസീജിയർ പാരറ്റിൽ എന്ത് ചെയ്യാൻ, നമ്മൾ കറക്റ്റായിട്ടും അതിനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് ആപ്ലിക്കേഷൻ. സോ ഞാൻ എടുത്തത് ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷനാണ്. സോ ഹുദ ബ്യൂട്ടിയുടെ ഒരു അത് ആക്റ്റീവ് ആവാനുള്ളൊരു ടൈം മറ്റ് ഫൗണ്ടേഷൻസിനേക്കാളും അത് പെട്ടെന്ന് ആക്റ്റീവ് ആവും. സോ ആക്റ്റീവ് മീൻസ് ആ ഒരു സ്കിന്നിൽ കംപ്ലീറ്റ്ലി അത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ റിസൾട്ട് അവർ ഷോൺ ഓഫ് ചെയ്യും. ഓക്കെ, നമ്മൾ സെക്കൻഡ് ലെയർ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ലെയർ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിൻ്റെ പോലും പ്രസ്സിങ് പാടില്ല ദ സെക്കൻഡ് ലെയർ. സോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മുടെ കൈയും നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രഷ്, ആ ബ്രഷിന് കൊടുക്കുന്ന പ്രഷർ, ഇതെല്ലാം ഡിപ്പെൻസ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്, അതുപോലെ യൂസ് ചെയ്യുന്ന ബ്രാൻഡ്, അതുപോലെ യൂസ് ചെയ്യുന്ന ബ്രഷ്, നമ്മളുടെ ഒരു ഐഡിയ, നമ്മുടെ കൈൻ്റെ പ്രഷർ, ഇതെല്ലാമാണ് ആ വർക്കിനെ ഈസി ആക്കുന്നതും പെർഫെക്റ്റ് ആക്കുന്നതും. ഓക്കെ, ഫേസിൻ്റെ ഒരു ഹാഫ് പോർഷൻ നമ്മളിവിടെ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു രണ്ട് സൈഡും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർക്ക് കംപ്ലീറ്റ് ആയെന്ന് ചോദിച്ചാലില്ല, ഈ ഒരു നോർമൽ ഒരു സ്റ്റേജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പെർഫെക്ഷനിൽ നമ്മൾ എത്തിച്ചു. ഇനി ബാക്കിയുള്ള മേക്കപ്പിൻ്റെ അടുത്ത സെക്ഷൻസ് ലെയർ ബൈ ലെയർ അടുത്തതുണ്ട്. സോ നമുക്ക് ഒരു സൈഡും കംപ്ലീറ്റ്ലി ഒരു നോർമൽ ഒരു സെക്ഷൻസിൽ നമുക്ക് നോക്കിയാൽ അത് കൺസീലായി, കറക്റ്ററായി, കൺസീൽഡായി ആൻഡ് ഫൗണ്ടേഷനിലെത്തി. ഒന്ന് ചെക്ക് ചെയ്യാം.